ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ശ്രീമന്നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ 8-ാം ദശകത്തിൽ ശ്ലോകങ്ങൾ 11, 12, 13. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്യേതത് അംബൂരുഗകുട്മളം ദേ കളേബരാത്തോയ പദേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിർധ്വാന്തം അലം നൃകൃന്ദത്. തത്യേതത് അംഭൂരുഗകുട്മളം ദേ കളേബരാത്തോയ പദേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിർധ്വാന്തം അലം നൃകൃന്ദത്. ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ തിരുവുടലിൽ നിന്ന് ജലത്തിലൂടെ പൊന്തി വന്ന ആ ദിവ്യമായ താമരമൊട്ട് വിരിഞ്ഞ് ചുറ്റും പരന്ന സ്വന്തം തേജസ്സിനാൽ കൂരിരുട്ടിനെ മുഴുവൻ നശിപ്പിച്ചു. ഭഗവാന്റെ നാഭീരന്ധ്രത്തിൽ ആവിർഭവിച്ച ദിവ്യമായ താമരമൊട്ട് ജലത്തിലൂടെ സഞ്ചരിച്ച് ജലോപരി ഉയർന്ന് വിരിഞ്ഞു. അതിൻ്റെ പ്രകാശം കൊണ്ട് പരിസരം പ്രകാശമാനമായി. ശ്ലോകം 12. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജ സപത്മജന്മാ വിദിർ ആവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശിഃ. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജ സപത്മജന്മാ വിദിർ ആവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശിഃ. ഹേ ഗുരുവായൂരപ്പ, ഭംഗിയായി വിടർന്നു നിൽക്കുന്നതും ഏറ്റവും അതിശയിപ്പിക്കുന്നതും അങ്ങയുടെ യോഗ വൈഭവ ശക്തിയാൽ ഉറച്ചു നിൽക്കുന്നതുമായ ആ താമരപ്പൂവിൽ നിന്ന് വേദങ്ങളെല്ലാം തന്നെത്താൻ അറിഞ്ഞ പത്മജന്മാവ് എന്ന പ്രസിദ്ധനായിട്ടുള്ള ബ്രഹ്മാവ് ഉത്ഭൂതനായി വിരാജിച്ചു. ബ്രഹ്മാവ് ആവിർഭവിച്ച് ജലോപരി വിരാജിക്കുന്ന ആ താമര ജലപ്പരപ്പിൽ സ്ഥിതി ചെയ്യുന്നത് ഭഗവാന്റെ ശക്തി കൊണ്ടാണ്. അതെങ്ങനെ ഒരു കേടും കൂടാതെ വെള്ളത്തിൽ താഴാതെ നിൽക്കുന്നത് എന്നത് അതിശയം തന്നെയാണ്. സാധാരണ ഒരു താമര ഒരു മനുഷ്യനെ താങ്ങി താഴാതെ നിൽക്കുന്നത് എന്നത് അസംഭവ്യമാണ്. ഒരു താമരയ്ക്ക് അത്ര ബലമില്ല. എന്നാൽ ഇവിടെ ഈ ജലപ്പരപ്പിൽ ബ്രഹ്മാവിന് ഇരിപ്പിടമായിരിക്കുന്ന താമര അതുപോലെ തന്നെ നിൽക്കുന്നു. അതിനെ ഭഗവാൻ താങ്ങുന്നത് കൊണ്ടാണ്. അതിൽ കൂടി നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തെ മുഴുവൻ ധരിക്കുന്നത് ഭഗവാനാണ്. ഈ ലോകത്തെ മുഴുവൻ ധരിക്കുന്നത് ഭഗവാനാണ്. ലോകത്തെ മുഴുവനും സൃഷ്ടിക്കുന്ന ആ ബ്രഹ്മാവിനെ അദ്ദേഹം ഇരിക്കുന്ന താമരയോടൊപ്പം താങ്ങുന്നത് ആ ഭഗവാൻ തന്നെയാണ്.
ആ താമരയുടെ മൂലം ഉറപ്പിച്ചിരിക്കുന്നത് വിഷ്ണുവിൻ്റെ നാഭിയിലാണല്ലോ. അദ്ദേഹം അത് താങ്ങി നിർത്തിയിരിക്കുന്നത് കൊണ്ടാണല്ലോ ആ താമര ജലപ്പരപ്പിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മാവ് പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പത്മാസനൻ എന്നും പത്മത്തിൽ ഉത്ഭവിച്ചതിനാൽ പത്മജൻ എന്നും പേരുണ്ടായി. വിഷ്ണുവിൻ്റെ നാഭിയിൽ ഈ പത്മനാളം ഉറച്ചിരിക്കുന്നതിനാൽ വിഷ്ണു പത്മനാഭൻ എന്നും വിളിക്കപ്പെടുന്നു. ശ്ലോകം 13. അസ്മിൻ പരാത്മന്നനോ പത്മകൽപേ ത്വം യുദ്ധം ഉത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ദീവാദാലയ വാസവിഷ്ണു. അസ്മിൻ പരാത്മന്നനോ പത്മകൽപേ അസ്മിൻ പരാത്മന്നനോ പാത്മകൽപേ ത്വം ഇത്തം ഉത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ദീവാദാലയ വാസവിഷ്ണു. പരമാത്മാവേ, ഈ പത്മകൽപ്പത്തിൽ ഇപ്രകാരം ബ്രഹ്മാവിനെ പ്രകാശിപ്പിച്ചവനും അനന്തമായ പ്രതിഭയും മാഹാത്മ്യവുമുള്ളവനുമായ ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ രോഗങ്ങളെ ശമിപ്പിച്ചാലും. രോഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ബാഹ്യവും ആന്തരികവുമായ രോഗങ്ങളെന്ന് കരുതണം. ബാഹ്യരോഗം വാതരോഗം, ആന്തരിക രോഗം ഭവപീഡ, സംസാരത്തിൽ നിന്നുണ്ടാകുന്ന വൈഷമ്യങ്ങൾ മനസ്സിനെ പീഡിപ്പിക്കുന്നതാണ്. വാതരോഗവും ദുഃഖദായകവുമാണ്, രണ്ടും കൂടി കഷ്ടപ്പെടുത്തുന്നു. അതിനാൽ രണ്ട് രോഗവും നശിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. രോഗപീഡ ശമിച്ചാലേ ഭക്തി കൈവരിച്ച് യമനിയമാദികൾ പാലിച്ച് ജീവിക്കാനാകൂ. സംസാര പീഡ ശമിച്ചാലേ മുക്തിമാർഗം ശരിയാകൂ. അതാണ് രണ്ടും ശമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമസ്തേ. അടുത്ത ഭാഗം ദശകം 9 ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും പാരായണം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.